ക്രിസ്തുവിനെ അന്വേഷിച്ച് വഴിതെറ്റിപ്പോയവർ. പ്രാചീന കാലത്ത് ശാസ്ത്രലോകം യേശുവിൻ്റെ ജനനത്തെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു എന്നും മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും ഗ്രഹിക്കുവാൻ കഴിയും. ഇസ്രായേൽ പാരമ്പര്യമനുസരിച്ച് ആത്മീയ ലോകം തിരുവെഴുത്തുകളിലെ പ്രവചന നിവൃത്തിക്കായി ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആകാശത്ത് ഒരു പ്രത്യേകതയുള്ള നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടപ്പോൾ വാനനിരീക്ഷകർ സൂക്ഷ്മ പരിശോധന നടത്തി. ഇശായിയുടെ കുറ്റിയിലെ മുളയായ ഇസ്രായേൽ രാജാവായിരുന്ന ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രവുമായ ഉദയനക്ഷത്രവുമായ രാജാതിരാജാവിൻ്റെ തിരുപ്പിറവിയുടെ അടയാളം തിരിച്ചറിഞ്ഞ വിദ്വാൻമാർ ഹേരോദാവിൻ്റെ കൊട്ടാരത്തിലെത്തി. അതെ, ഇസ്രായേലിനെ ഭരിക്കുവാനുള്ള തലവനായവൻ കൊട്ടാരത്തിൽ തന്നെയല്ലേ പിറക്കേണ്ടത്? യഹോവയായ ദൈവം പറയുന്നു, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുമല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മനുഷ്യൻ്റെ ബുദ്ധിക്ക് അളക്കുവാൻ ശ്രമിച്ച വിദ്വാൻമാരുടെ അബദ്ധമാണ് അവരെ കൊട്ടാരത്തിലെത്തിച്ചത്. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായത് തിരഞ്ഞെടുത്തു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷമായത് തിരഞ്ഞെടുത്തു. വിശുദ്ധ സത്യവേദ പുസ്തകത്തിൽ മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾക്ക് വിപരീതമായ ദൈവപ്രവൃത്തിയുടെ അനേക ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ദൈവ സൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോകാതിരിപ്പാൻ എന്നേക്കും അനുവർത്തിക്കാൻ ഒരു മാർഗരേഖ നൽകിയെങ്കിലും മനുഷ്യൻ ദൈവത്തെ തൻ്റെ ചട്ടക്കൂട്ടിലൂടെ സഞ്ചരിപ്പിക്കുവാനാണ് അന്നും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷം മുൻപ് യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചു: കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നിങ്ങനെ അറിയപ്പെടും. പ്രവാചക ഉദ്ധരണികൾ പരിശോധിച്ച് കൊട്ടാരത്തിലെത്തിയ വിദ്വാൻമാർക്ക് വഴിതെറ്റിയെന്ന് മനസ്സിലായപ്പോൾ കിഴക്കു കണ്ട നക്ഷത്രത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്ത് ശിശുവിനെ കണ്ടു നമസ്കരിച്ചു. യേശു ജനിക്കുന്നതിന് തൊട്ടു മുൻപ് കന്യകയായ മറിയയോട് ദൈവദൂതൻ ഇങ്ങനെ പറഞ്ഞു: നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു. നീ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല. മറിയയുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന യോസഫിനോടും ദൈവദൂതൻ: മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാൻ ഇരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. വസ്തുതകൾ ഇങ്ങനെയായിരിക്കെ ഇന്നും ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവർക്ക് വഴി തെറ്റുന്നുണ്ട്. കാനാവിലെ കല്യാണ വീട്ടിൽ നിന്നുള്ള സ്വയംബൻ വീഞ്ഞിനു വേണ്ടിയുള്ള അന്വേഷണമാണ് ഇന്നും കർത്താവിനെ തിരയുന്ന ചിലർക്ക്. യേശു ജനിച്ചപ്പോൾ ആരും മധുരം വിതരണം ചെയ്തതായി പറയുന്നില്ലെങ്കിലും 5 അപ്പം കൊണ്ട് 5000 തൃപ്തിപ്പെടുത്തി ബാക്കി വന്നത് ഓരോ ശിഷ്യൻ്റെയും തലയിൽ കുട്ടയിലാക്കി കൊടുത്തു. കർത്താവിനെ കണ്ടെത്തിയാൽ ശിഷ്ടകാലം ശാപ്പാട് കുശാലെന്ന് കരുതി വയറിനായി ചിലർ കർത്താവിനെ അന്വേഷിക്കുന്നു. ഇന്ന് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ചുവപ്പും വെള്ളയും നിറമുള്ള കോട്ടും ധരിച്ചു തൊപ്പിക്കാരനായ പടുവൃദ്ധൻ മാത്രം അരങ്ങുവാഴുന്നു. ക്രിസ്മസ് കാലത്ത് ഏറ്റവും കൂടുതൽ നിക്ഷേപമിറക്കി ആഘോഷിക്കപ്പെടുന്നത് വൈൻ, കേക്ക്, സാന്താക്ലോസിൻ്റെ വസ്ത്രമോ അല്ലെങ്കിൽ ആ നിറത്തിലുള്ള നമുക്കിഷ്ടമുള്ള വസ്ത്രത്തിലോ ഒക്കെയാണ്. ഇതിനു പിന്നിൽ ക്രിസ്തുവിനെ വിറ്റിട്ടായാലും സമ്പത്ത് വർദ്ധിപ്പിക്കണം എന്നാഗ്രഹിക്കുന്ന ധനമോഹികളായ അഭിനവ യൂദാസ്മാരെയാണ് എന്നും മറക്കുന്നില്ല. ഗർഭിണിയായ മറിയയെ ചേർത്തുകൊള്ളാൻ മടി കാണിച്ച യോസഫിനോട് ദൂതൻ പറഞ്ഞ വാചകത്തിലെ പാപപരിഹാരത്തെക്കുറിച്ച് സൗകര്യപൂർവ്വം പലരും മറന്നു. കൊച്ചു ജീവിതമല്ലേ, ആഘോഷിച്ചു തീർക്കാം. മരണാനന്തരം ജീവിതം, അതിനെന്താ ഇത്ര ഉറപ്പ്? അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് അപ്പോൾ നോക്കാം എന്നും കരുതി നല്ലൊരു ശതമാനം ആളുകളുടെയും ക്രിസ്തു അന്വേഷണം വഴിതെറ്റുന്നു. ആരാ സാന്താക്ലോസ്? എന്തിനാ ക്രിസ്മസ് ട്രീ? ഇപ്പോഴത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ ക്രിസ്തു എവിടെ? അന്ന് വിദ്വാൻമാർ വഴിതെറ്റി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ നക്ഷത്രത്തെ ആശ്രയിച്ചതുപോലെ ഇന്ന് സത്യവേദ പുസ്തകം ഉണ്ട് വഴികാട്ടാൻ. പാപപരിഹാരകനായ ക്രിസ്തുവിനെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർ ലക്ഷ്യസ്ഥാനം കൈവരിക്കണമെങ്കിൽ
നിശ്ചയമായും വിശുദ്ധ വേദപുസ്തകം അനുശാസിക്കുന്ന വഴികളിലൂടെ മാത്രം സഞ്ചരിച്ചാലേ സാധ്യമാകുകയുള്ളൂ. ഈ പുസ്തകത്തിലെ നിർദ്ദേശങ്ങൾ നമുക്ക് സൗകര്യപ്രദമായ രീതിയിലേക്കോ ഭൗതിക നേട്ടങ്ങൾ കൈവരിക്കുവാൻ വേണ്ടിയോ വളച്ചൊടിച്ചു മനുഷ്യർ ഇഷ്ടപ്പെടുന്ന ചട്ടക്കൂട്ടിലേക്ക് ദൈവനിർദ്ദേശത്തെ ഒതുക്കി നിർത്തിയതിനാലാണ് ക്രിസ്തു പുറന്തള്ളപ്പെട്ടത്. പകരം സാന്താക്ലോസും പുണ്യവാളന്മാരുമെല്ലാം ഇത്രയധികം ആഘോഷിക്കപ്പെടുന്നത് ശരിയല്ലേ? വഴി തെറ്റിയില്ലേ? ബൈബിളിൻ്റെ കേന്ദ്രബിന്ദു യേശുക്രിസ്തു മാത്രമാണ്. ക്രിസ്തുവിൻ്റെ പ്രാധാന്യത്തെ കവിയുന്ന ഒരു വ്യക്തിത്വത്തിനും ബൈബിളിൽ പിൻബലമില്ല. നിങ്ങൾ യേശുക്രിസ്തുവിനെ ആഘോഷമാക്കിയാൽ ക്രിസ്തുവിന് നിങ്ങൾ ആനന്ദമായിരിക്കും. ജ്ഞാനികളായ വിദ്വാൻമാർക്ക് വഴിതെറ്റിയപ്പോൾ അവർ തിരുത്തി. നിങ്ങളോ?